നമസ്കാരം, പ്രേമരാജൻ പുന്നാട്. അപ്പോൾ നാടും നഗരവും മലയാളിയുള്ള മണ്ണുള്ള സ്ഥലങ്ങളിൽ ഇന്ന് നാളെ ഒക്കെ ആയിട്ട് ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണാഘോഷം, ഓണസദ്യ ആഘോഷം, മത്സര പരിപാടികൾ, അങ്ങനെ വിവിധ നിലകളിൽ. ഓണവുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കഥ പറഞ്ഞു തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിൻ്റെ എപ്പോഴും ഓണം എന്ന് പറയുന്നത് കരഞ്ഞു കലങ്ങിയ ഓണമാണ്. സന്തോഷത്തിൻ്റെ ഒരു ഓണം അദ്ദേഹത്തിന് ലഭ്യമായത് ഇപ്പോൾ ഒരു 4 കൊല്ലം ഇപ്പറയാണ്. അപ്പോൾ ആ കഥയൊന്ന് പറയാമോർത്തു. ആ കാലഘട്ടത്തിൽ ഗ്രാമാന്തരങ്ങളിൽ നമ്മളെ കവി പണ്ട് പാടിയതുപോലെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറഞ്ഞ പോലെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പുകയുയരുന്നത് കാണാം. വാറ്റ് ചാരായത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പം ആ കാലഘട്ടത്തിൽ ഈ സുഹൃത്തിൻ്റെ അച്ഛൻ പണിയെടുത്ത് വരുമ്പോഴേക്ക് ആളുകൾ ഈ ക്യാനും കൊണ്ട് നിന്നിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹം മദ്യപിക്കും. നല്ല മദ്യപാനിയായിരുന്നു. മദ്യപാനിയാണെങ്കിലും മക്കളെയൊക്കെ അദ്ദേഹം നല്ല നിലയിൽ നോക്കിയിട്ടുണ്ട്, നല്ല നിലയിൽ മക്കളെ സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ ഓണം, വിഷു ഇങ്ങനെയുള്ള ദിവസങ്ങൾ വരുമ്പോൾ ഇദ്ദേഹം മദ്യപിച്ചിട്ട് ആ കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടു. ഇദ്ദേഹം മദ്യപിച്ച് ലക്ക് കെട്ടി ഏതെങ്കിലും വഴിയരികിലുണ്ടാകുക, മക്കൾ പോയി കൂട്ടി വരണം. ആ വരവ് കാണുമ്പോൾ അവരുടെ അമ്മക്ക്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വല്ലാതെ പ്രയാസമായിരിക്കും. പിന്നെ ഒരു ഓണം തന്നെ, ഭാര്യ സന്തോഷിക്കുന്നില്ല, മക്കൾക്ക് സന്തോഷമില്ല, ആകപ്പാടെ മദ്യത്തിൻ്റെ ലഹരിയിൽ ഇദ്ദേഹം എന്തൊക്കെയോ കാഴ്ചവെച്ചു. ആ ഓണം അങ്ങനെ തീർന്നു. ഇങ്ങനെയാണ് പലപ്പോഴും ഇപ്പോഴും ചില ഓണങ്ങൾ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഓണ ദിവസമെങ്കിലും തിരുവോണ ഉത്രാട ദിവസങ്ങളിൽ ഒന്ന് മദ്യം പൂർണ്ണമായി ഒഴിവാക്കി, ലഹരി പൂർണ്ണമായി ഒഴിവാക്കി നമ്മുടെ ഭാര്യയോടും മക്കളോടും കൂടി ഒന്ന് സന്തോഷിക്കാൻ, അവരോടൊപ്പം ആയിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇപ്പോൾ ബീവറേജസിൻ്റെ കണക്കൊക്കെ വന്നല്ലോ. റെക്കോർഡ് മദ്യവിൽപ്പന നടന്നു. അതിൽ ചില ജില്ലകളുടെ പേരൊക്കെ പറയാം. അത് ശരിക്കും പറഞ്ഞാൽ ജില്ലകളെ അപമാനിക്കുന്നത്, അങ്ങനെ പറയാൻ പാടില്ല. എന്നിരുന്നാലും ഇപ്പോൾ മദ്യപിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും മദ്യപിക്കാണ്ടിരിക്കുന്നില്ല. ദേഹപ്രകാരമുള്ള മുന്നറിയിപ്പ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പക്ഷേ മദ്യപിക്കുന്നവർക്കായാലും ആ നിലയിലുള്ള ലഹരികളിലേക്ക് പോകുന്ന ആളുകൾ നമ്മൾ പിടിച്ചു വെച്ചാൽ നിൽക്കുന്നവരല്ല. എങ്കിലും കഴിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ തിരുവോണ ദിവസവും ഉത്രാട ദിവസവും നിങ്ങൾ നിങ്ങളുടെ മക്കളോടൊപ്പം ഒന്ന് സന്തോഷിച്ച്, നിങ്ങൾ ലഹരിയിൽ ഉന്മാദരായി തീരുമ്പോൾ അവരും സന്തോഷിക്കട്ടെ. അപ്പോൾ ഈ 2 ദിവസം ഏതായാലും ഇനിയിപ്പോൾ ചതയൊക്കെ കഴിഞ്ഞ് 3-4 ദിവസം കഴിയാതെ ആരും പണിക്ക് പോകില്ല. അപ്പോൾ ആ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ ദിവസം ഇവർ സന്തോഷിക്കുമ്പോൾ കുടുംബത്തോടൊപ്പം സന്തോഷിച്ച് നല്ല ആഹാരങ്ങൾ കഴിച്ച് മക്കളും സന്തോഷിച്ചതിന് ശേഷം ആവട്ടെ നിങ്ങളുടെ അത്തരം ആഘോഷങ്ങൾ. അതുപോലെ തന്നെ നാടുകളിൽ മത്സര പരിപാടികൾ നടക്കുന്നുണ്ട്. ഓണസദ്യകൾ വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട്. കുറേ നടന്നു കഴിഞ്ഞു, ഇനി കുറേ നടക്കാനുണ്ട്. അത് വളരെ സൂക്ഷിച്ച് നമ്മുടെ പിന്നെ ഇപ്പോൾ മഞ്ഞപ്പിത്തം, പകർച്ചവ്യാധികൾ, മറ്റ് സാംക്രമിക രോഗങ്ങൾ പകർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം കാലാവസ്ഥ അങ്ങനെയാണ്. അതിശക്തമായ മഴ, ആ മഴയും ഉണ്ട്, ആ നിലയിൽ കാലാവസ്ഥ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ തണുത്ത വെള്ളം ഒഴിവാക്കി, അതായത് ശീതള പാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചൂടുള്ള ഭക്ഷണം കഴിച്ച്, ചൂടുള്ള ചായ, അതുപോലുള്ള ചൂടുള്ള വെള്ളം, പാല് തിളപ്പിച്ച് ഇങ്ങനെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. പരമാവധി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഒഴിവാക്കി ഗ്രീൻ പ്രോട്ടോക്കോളിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുക. നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ആഘോഷങ്ങൾ പലതും കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ് പ്ലാസ്റ്റിക്കുകൾ, കുപ്പികൾ അത് ഒഴിവാക്കി ആ നിലയിൽ നമുക്ക് പിന്നെ ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷിക്കാം. ഓണം കഴിഞ്ഞാലും നമുക്ക് ഈ നാടിൻ്റെയും ഈ പ്രകൃതിയുടെയും മനോഹാരിത ഇവിടെ ഉണ്ടാകാൻ. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓണസദ്യ കഴിക്കാൻ പോകുമ്പോൾ, അതുപോലെ തന്നെ പൊതുവിലുള്ള ഇടങ്ങളിൽ പോകുമ്പോൾ, ആ ഇടങ്ങളിൽ നിങ്ങൾ ഓണാഘോഷ പരിപാടികൾ
ആ മത്സര ഇനങ്ങളിലെല്ലാം പങ്കെടുത്ത് വന്നാൽ കൈ നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കണം. നമ്മൾ കോവിഡിൻ്റെ കാലഘട്ടത്ത് എങ്ങനെ കൈ കഴുകിയോ അതുപോലെ കൈ നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കാൻ. അതുപോലെ തന്നെ പഴകിയ ആഹാരം കഴിക്കാനോ തണുത്ത ആഹാരം കഴിക്കാനോ നിൽക്കാതെ ചൂടോടെ കഴിക്കാൻ തയ്യാറാകണം. മഞ്ഞപ്പിത്ത ബാധിതരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 3-4 ആഴ്ച അവരുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം ഇതൊക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രയാസത്തിലേക്ക് പോകും. അപ്പം അതുകൊണ്ട് ഓണം ആഘോഷിക്കുമ്പോൾ ഈ നിലയിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്തി ലഹരിയോട് പൂർണ്ണമായി ഈ ദിവസങ്ങളിൽ വിട പറഞ്ഞ് നമുക്ക് കുടുംബത്തോടൊപ്പം സന്തോഷിക്കാം. നമുക്ക് രോഗങ്ങൾ പടരാതിരിക്കാൻ ആളുകളിൽ നിന്ന് ഇടപഴകി വീടുകളിലെത്തുമ്പോൾ കുളിച്ച് ശുചിത്വം പാലിച്ച് അതുപോലെ തന്നെ ആഹാരം കഴിക്കുമ്പോഴും ആ നിലയിൽ പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായി ഒഴിവാക്കി ചൂടുള്ള ഭക്ഷണം കഴിച്ച് ചൂടുള്ള തിളപ്പിച്ചാറിയ വെള്ളം തിളപ്പിച്ച് പകുതി പച്ചവെള്ളവും പകുതി ചൂടുവെള്ളം ആക്കിയിട്ടുള്ളതല്ല, പൂർണ്ണമായി തിളപ്പിച്ചിട്ട വെള്ളം ആ വെള്ളം കുടിച്ച്. അതുപോലെ തന്നെ ഇപ്പം ഈ മഴ പെയ്ത് വെള്ളപ്പൊക്കവും വെള്ളം കയറും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ കിണറത്ര ശുദ്ധമാണെന്ന് പോലും ഉറപ്പിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ്. നമ്മുടെ വീട്ടിലെ കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യുക, ബ്ലീച്ചിങ് പൗഡറും കാര്യങ്ങളൊക്കെ കൊണ്ട് ക്ലോറിനേഷൻ ചെയ്തിട്ട് ആ വെള്ളവും തിളപ്പിച്ചിട്ടേ കുടിക്കാൻ പാടുള്ളൂ. ആ വെള്ളവും തിളപ്പിച്ചിട്ട് കുടിച്ച് അങ്ങനെ നമ്മുടെ ശരീരവും നമ്മുടെ ജീവനും സംരക്ഷിക്കുകയും അതിനൊപ്പം തന്നെ സന്തോഷിക്കുകയും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സന്തോഷം കെടുത്താതെ നമ്മുടെ ഭാര്യയുടെയും മക്കളുടെയും സന്തോഷം കെടുത്താതെ 2 ദിവസം അവരോടൊപ്പം ചെലവഴിച്ച് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ലഹരിയിലേക്ക് കടന്നാലും ഈ ദിവസങ്ങളിൽ മദ്യം വർജിച്ച് മദ്യത്തിനോടും ലഹരിയോടും വിട പറഞ്ഞ് ഭാര്യയും മക്കളുമായി നമ്മുടെ ലഹരിയായി മാറി അങ്ങനെ ആ ലഹരിയിൽ ആഘോഷിച്ച് ആ ലഹരിയിൽ ഓണം ആഘോഷിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. എൻ്റെ ഈ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ.